നമ്മൾ ഇന്നോവ ഫോർച്യൂണറിൻ്റെ AC കൺട്രോൾ പാനലാണ് ഇത്. ഇതിൻ്റെ ഈ ബട്ടൺ മൈക്രോ സ്വിച്ച് കംപ്ലൈൻറ്റ് വരുമ്പം എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ലോക്ക് വരുന്നുണ്ട്. ഇവിടെ മേളിൽ 2 ലോക്ക്, അതേപോലെ തന്നെ ഈ താഴ്ഭാഗത്തൊരു ലോക്ക്. അപ്പോൾ ഈ 3 ലോക്ക് നമുക്ക് ചെറുതായിട്ടൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇങ്ങനെ തെക്കിക്കഴിഞ്ഞാൽ ഊരാൻ പറ്റും. അതിന് മുമ്പായിട്ട് മറന്നുപോയി, ഒരു 4 സ്ക്രൂ വരുന്നുണ്ട്, സ്റ്റാറിൻ്റെ സ്ക്രൂ. ആ സ്ക്രൂ അഴിക്കുക. ഇതിനെ ഈ ലോക്കും കൂടെ അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ ഊരിയെടുക്കാം. ഊരിയെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചിങ്ങനെ തുറന്നെടുക്കരുത്. ഇത് തുറന്നെടുക്കുമ്പോൾ ഇതിനകത്തുനിന്നൊരു സ്ട്രിപ്പ് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഈ സ്ട്രിപ്പിൻ്റെ പൊസിഷൻ നോക്കിക്കോണം. ഈ ഒരു പൊസിഷനിലാണ് സ്ട്രിപ്പ് വരുന്നത്. ഇതെങ്ങനെ തുറക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെയിൽ വെച്ചിട്ട് ഈ 2 കോർണറിലും ചെറുതായിട്ട് ഇങ്ങനെ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരും. സിമ്പിളായിട്ട് നമുക്ക് സ്ട്രിപ്പ് ഊരിയെടുക്കാൻ പറ്റും. ഈ സ്ട്രിപ്പ് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു 4 സ്ക്രൂ വരുന്നുണ്ട്. ഈ സ്ക്രൂ അഴിക്കുക. സ്ക്രൂ അഴിച്ചതിന് ശേഷം ഈ PCB നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ മൈക്രോ സ്വിച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഏത് സ്വിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്വിച്ചിനെ നോക്കിയിട്ട്, അതായത് അതറിയാനായിട്ട് ആദ്യം ഇങ്ങനെ വെച്ച് നോക്കാം. നമ്മുടെ ഇപ്പോൾ ഈ ബട്ടണാണ് വർക്ക് ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ ഈ 3ാമത്തെ ബട്ടണായിരിക്കും ഇത് നോക്കിയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സ്വിച്ചിനകത്തിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് എടുത്തിട്ട് വന്ന് അപ്പം കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്വിച്ചിനെ കാണിച്ചു തരാം. ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ 2 ചെറിയ വെട്ട് പോലെ കാണാം, ഈ സൈഡിലും ഈ സൈഡിലും. അപ്പോൾ ഇതിനെ നമ്മളൊരു നൈഫിൽ വെച്ചിട്ട് ഇങ്ങനെ തെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ തുറന്നെടുക്കാൻ പറ്റും. ഇത് തുറന്നെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു ചെറിയ ഒരു ഗ്രീൻ കളറിലുള്ള സാധനം ഉണ്ടാവും, ഉണ്ടോ? ഇത് പൊക്കിയെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു, അതുകൊണ്ട് ഇതിനകത്തുനിന്ന് തന്നെ ഒരു 2 ഗാഡി പോലുണ്ട്. കണ്ടോ? ഇതിനകത്തും ഈ സൈഡിൽ 2 വെട്ട് പോലുണ്ട്. ഇത് ശ്രദ്ധിച്ചോണം. അതേപോലെ തന്നെ നമ്മളിപ്പം ഇവിടെ ഒരു ചെറിയ ഡോട്ട് കണ്ടോ? ഈ ഡോട്ടിനെ ആദ്യം ക്ലീൻ ചെയ്യുക, എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ ഈ കോർണറിൽ ചെറിയൊരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻറ്റിനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ശകലം വേസ്റ്റോ തുണിയോ എന്തെങ്കിലും എടുത്തിട്ട് ശകലം സ്പ്രേ ചെയ്തിട്ട്, സ്പ്രേ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പ്രേ എടുത്തിട്ട് ശകലം സ്പ്രേ അപ്ലൈ ചെയ്തിട്ട് ഇതിനെ ഇത് വെച്ചിട്ട് നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഈ സാധനത്തിനെയും അതേപോലെ ക്ലീൻ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ല, അല്ലെങ്കിൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡാമേജ് വരുവേ. അതുകൊണ്ട് ഇതും മാക്സിമം ക്ലീൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതേപോലെ ക്ലീൻ ചെയ്യുക. ചെറിയ നൈഫ് വെച്ചിട്ട് ചുരണ്ടിയാലും മതി. ഒരുപാട് ബെൻഡ് ആവാത്ത രീതിയിൽ ഇതിനെ ക്ലീൻ ചെയ്യുക. തിരിച്ച് നമ്മൾ അതേ പൊസിഷനിൽ ഇടുക. ഇതിനകത്തെല്ലാം നിങ്ങൾക്കത് ഇളക്കുമ്പോൾ മനസ്സിലാവും, ഇതിനകത്തെല്ലാം അത് ഇരിക്കാനുള്ള കറക്റ്റായിട്ടുള്ള പൊസിഷനുണ്ട്. അതിനുശേഷം ഈ റബ്ബർ അതിനകത്തോട്ട് വയ്ക്കുക. ഇത് ഫിറ്റ് ചെയ്യുമ്പോഴും ഇതിനകത്തും 2 ചെറിയ ലോക്കുണ്ട്. ആ ലോക്ക് കറക്റ്റായിട്ട് അതേ പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ വെച്ചിട്ട് തിരിച്ചൊരു പ്രസ് ചെയ്താൽ നമ്മുടെ ഈ സ്വിച്ച് ഓക്കെ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മൾ കാണിച്ചു തരുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു കേസുമായിട്ട് പലയിടത്തും ചെന്ന് കഴിഞ്ഞാൽ ആർക്കും ഇത് റിപ്പയർ ചെയ്യാനുള്ളൊരു സമയം ഉണ്ടാകത്തില്ല. ഈ ചെറിയ പരിപാടികൾക്ക് ആർക്കും ഇരിക്കാനുള്ളൊരു സമയം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതുമായിട്ട് അലയുന്ന ഒരുപാട് കസ്റ്റമറെ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ ഈ വീഡിയോ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.